ലൈവില് ബിഗ് ബോസ് ഓരോരുത്തരെയായിട്ടൊക്കെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയിക്കുന്നുണ്ട്. പലരും വളരെ മാനസികമായിട്ട് വലിയ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അഭിലാഷൊക്കെ വളരെ ഇമോഷണലായി. നമ്മുടെ അക്ബർ കൺഫെഷൻ റൂമിൽ പോയിട്ട് കരഞ്ഞു. കാരണം ഇവര് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 2 ആഴ്ച പിന്നിടുകയാണ്. അവരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഇവര് ഇത്രയും കാലം ചിന്തിച്ചതോ അല്ലെങ്കിൽ പ്രവർത്തിച്ചതോ പോലെ അല്ല ബിഗ് ബോസ് വീടിനകത്ത് കയറിക്കഴിഞ്ഞാൽ. ഈ അടുത്തിടെ ബ്ലെസ്ലിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. ബ്ലെസ്ലി പറഞ്ഞതുപോലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ബ്ലെസ്ലി ചിന്തിച്ചിരുന്നത് ലോക കാര്യങ്ങളെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും എക്കണോമിയെക്കുറിച്ചും ഗ്രോത്തിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു. ബിഗ് ബോസിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാരയും തേയിലയും ദോശയുടെ എണ്ണവും ബലൂണ് പൊട്ടിക്കുന്ന ടാസ്കും അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലോകമാണ്. അതുവരെ ചിന്തിച്ചതും പ്രവർത്തിച്ചതുമായിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് പറിച്ചു നട്ടതുപോലെയാണ് ബിഗ് ബോസ്. വേറെ ആരുമായിട്ടും ബന്ധമില്ല. ആകെ കാണുന്നത് അപരിചിതരായിട്ടുള്ള കുറേ മനുഷ്യർ. അവർക്കിടയിൽ എന്തിനോ വേണ്ടി തല്ലുകൂടുന്ന, എന്തിനൊക്കെയോ വേണ്ടിയിട്ട് വെപ്രാളം കാണിച്ച് ഓടുന്ന കുറച്ച് മനുഷ്യർ. അതിജീവനമാണത്. പക്ഷേ ആ ഒരു സാധാരണ നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് തികച്ചും ഡിഫറൻ്റ് ആണ് ബിഗ് ബോസിലെ ജീവിതം. അതുകൊണ്ട് തന്നെ അവിടെ കടന്നു പോകേണ്ടി വരുന്ന മാനസികമായ സംഘർഷങ്ങൾ വളരെ വലുതാണ്. അഭിലാഷ് പറഞ്ഞതുപോലെ തനിക്ക് പ്രിയപ്പെട്ടവരുടെ പോലും മുഖം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ചുറ്റിനും എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരുമായിട്ടൊക്കെ സംസാരിക്കുന്നെങ്കിലും ഒരു ഏകാന്തവാസം തന്നെയാണ് ബിഗ് ബോസ് വീടെന്ന് പറയുന്നത്. അക്ബറിനെ പോലത്തെ ഒരാള് പുറമേ നമ്മൾ കാണുമ്പോൾ നല്ല പൊക്കവും വണ്ണമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഒത്ത ശരീരം, നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, ഒച്ചത്തിൽ സംസാരിക്കും. പക്ഷെ ആ മനുഷ്യൻ്റെയും ഉള്ളിലൂടെ പോകുന്ന ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഉള്ള ആ ഒരു സംഘർഷം എന്ന് പറയുന്നത് അത് ആ കൺഫെഷൻ റൂമിൽ എത്തുമ്പോൾ പൊട്ടുകയാണ്, പുറത്ത് വരികയാണത്. അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് കരയും എന്നുള്ളത് പുറത്തിരിക്കുന്നവർക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. പക്ഷെ ബിഗ് ബോസിൻ്റെ അടുത്ത് എത്തുമ്പോൾ അദ്ദേഹം കരഞ്ഞു പോകും. കാരണം അതാണ് ആ ഒരു വീട്ടിനകത്ത് നിലനിൽക്കുന്ന ആ ഒരു പ്രഷർ അങ്ങനെയാണ്. അവിടെ നിൽക്കുന്ന ഒരു സംഘർഷം നിറഞ്ഞ മുഹൂർത്തം അങ്ങനെയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത് വേറെ ലെവൽ ഒരു ഷോയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.